മണി, ഇപ്പൊ മിമിക്രിയുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഇപ്പൊ സിനിമയിലേക്ക് വന്നത് ശരിക്കും എല്ലാവരുടെ മനസ്സിൽ മണി വന്നത് സല്ലാപം എന്ന് പറഞ്ഞ പടത്തിലായിരുന്നു. അതിനു മുമ്പ് നമ്മള് ക്യാപ്റ്റൻ പ്രഭാകർ ഞാൻ കണ്ടിട്ടുണ്ട്. ക്യാപ്റ്റൻ പ്രഭാകർ അന്ന് സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ആ സമയത്താണ് നമ്മള് അതിരപ്പള്ളിയിലെ ഷൂട്ടിംഗ് നടക്കുന്നത്. ഇവിടുന്ന് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോകും. അപ്പൊ ദിവസം 150 രൂപ ഇട്ടിടാ. 150 രൂപയും എന്നെ കണ്ട ഒരു തമിഴ് ലുക്ക് ഉണ്ട്. 150 രൂപയും ഇഡലിയും മീൻചാറും ബെസ്റ്റ് ഹാപ്പി. അല്ല അന്ന് പക്ഷെ എന്നിട്ട് അതിനുശേഷം വിജയകാന്ത് സാറിന്റെ ഒരു പടത്തിൽ അഭിനയിച്ച വാഞ്ചിനാഥൻ എന്ന് പറഞ്ഞിട്ട് മെയിൻ വില്ലനായിട്ട്. പക്ഷെ ആളെന്നെ കണ്ടപ്പോ മനസ്സിലായിട്ടോ ഓടുമ്പോലോ റൂം എത്തിട്ടെങ്കിലേ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ആളെന്നെ മറന്നില്ല എന്നുള്ളതാണ്. സല്ലാപത്തില് സുന്ദരദാസ് സാറാണ് എന്നെ കൊണ്ടുപോയത്. അത് ലോഹി സാറിന്റെ പടമായിരുന്നു സല്ലാം ആളായിരുന്നു. പക്ഷെ ചാലക്കുടിയിലൊരു കോഴിക്കടയില് പുള്ളി ഒന്നും വരാറുണ്ടായിരുന്നു ലോഹി സാറ്. അപ്പൊ എൻ്റെ അടുത്ത് നല്ല കൂട്ടുകാരന്മാരോട് ഒന്ന് പോയി പറഞ്ഞ് പരിചയപ്പെടാ, ഒരു ചാൻസ് കിട്ടും. എനിക്കൊരു ചമ്മല്. അന്ന് ഞാൻ ലോഹി സാറിന്റെ വീട്ടിൽ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു അലിച്ചാട്ടൻ്റെ കൂടെ മറ്റേ ഫോറിൻ സാരി അതൊക്കെ കൊണ്ട് വിൽക്കാനുള്ള വീട്ടിൽ പോകാനായിരുന്നു, ഭാര്യയ്ക്കൊക്കെ കൊടുക്കാനൊക്കെ ആയിട്ട്. പക്ഷെ ഒന്നും എന്നെ അറിയില്ലായിരുന്നു കലാഭവൻ മണിയാണോ. അന്ന് കലാഭവൻ മണി പോയിട്ട് ചാലക്കുടി മണി പോലെ ആയിട്ടില്ല. അങ്ങനെയാണ് ചാലക്കുടി ബോയ്സ് ഹൈസ്കൂളിലെ ഒരു സ്കൗട്ടിൻ്റെ പരിപാടിക്ക് സുന്ദരദാസ് സാറിൻ്റെ ചേട്ടൻ നടത്തുന്നൊരു പരിപാടി. അവിടെ ഞാൻ പറഞ്ഞു, അവർ പറഞ്ഞു ഇന്ന് സുന്ദരദാസും വരണ്ട്, ലോഹിദാസ് വരണ്ട്, അവരുടെ പ്രോഗ്രാം ഇവിടെ കാണാൻ വരണ്ട്, അവരൊരു അടുത്ത പുതിയ പടത്തിൻ്റെ ഷൂട്ടിങ് തുടങ്ങാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കൊരു ചാൻസ് മിമിക്രി കളിക്കാൻ തരുമോ. അങ്ങനെ ഞാൻ അവിടെ കയറിയിട്ട് മറ്റേ കുടിയൻ്റെ അയക്കാം നമ്മളൊരു കാര്യത്തി ഇല്ലേ എന്നിട്ടാ അല്ലേ ശരിയല്ലേ ഉള്ളൂ. അങ്ങനെ ഒരു ഐറ്റം കളിച്ച് ഒന്നും പറയില്ല. പക്ഷെ ഇത് കണ്ടപ്പോ ലോഹി സാറ് താടിയൊക്കെ തടി കൊള്ളാലോ, ഇയാള് കൊള്ളാലോ. അങ്ങനെയാണ് സല്ലാപത്തില് ചാൻസ് കിട്ടുന്നത്. ആ പടത്തോടു കൂടി നമ്മള് അല്ല അത് മാത്രമല്ല, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള മണിയുടെ ഒരു എന്താ പറയുക, ഒരു കോൺട്രിബ്യൂഷന്, ഒരു അധ്വാനം ഭീകരമായിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അത് തന്നെയാണ് അല്ലേ. കിട്ടിയ വേഷങ്ങളിൽ എത്രത്തോളം ഭംഗിയാക്കാൻ ശ്രമിച്ചു, അതിന്റെ തന്നെ ഒരു ഭാഗം. എനിക്ക് ആകാവുന്ന കഴിവിന്റെ പരമാവധി നമ്മൾ ശ്രമിച്ചു നോക്കാം. ഇനി ഇതെന്താവാൻ കൊണ്ട് പറ്റാകുന്ന രീതിയിലുള്ളതെല്ലാം നമ്മൾ ചെയ്തു. പോരെ, കോമഡിയായി ക്യാരക്ടർ വേഷം ചെയ്തു, പിന്നെ വില്ലൻ കളിച്ചു, ഇതാ ഇപ്പോ ആക്ഷൻ ഹീറോ എന്ന് പറയാം. നമ്മുടെ ഇപ്പൊ പുതിയ ഇറങ്ങിയ പടം റെഡ് സല്യൂട്ട്, ഞാൻ 1-2 ഇന്റർവ്യൂവിന് പറഞ്ഞിരുന്നു, അതിൽ ഫൈറ്റ് ആയിട്ട് ഞാൻ തന്നെ കിടങ്ങി പോയിരുന്നു. സംഭവം എടുക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടായിരുന്നെങ്കിലും അത് കട്ട് ചെയ്ത് വന്ന് കണ്ടപ്പോഴത്തേക്കിന് സൂപ്പർ ഫൈറ്റ് ആയിരുന്നു. ഒട്ടും മോശമല്ല, അറിയാം കയ്യൊക്കെ നല്ല ഒരുക്കുവായിരിക്കുന്നു. അതുകൊണ്ട് നമ്മളെപ്പോഴും പക്ഷെ ആ സെറ്റില് ഭയങ്കര ഉത്സവമല്ലായിരുന്നു, നമ്മളെല്ലാരും കൂടി ഭയങ്കര ഒരു അതായിരുന്നു ഉത്സവം, ഫാമിലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു അല്ലേ. അടിച്ചുപൊളി മറക്കാൻ പറ്റില്ല.